ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ഹിന്ദി ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസിന്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ സീരീസിന്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ ഡൽഹിയിലുള്ള ഒരു വുമൻസ് ഹോസ്റ്റലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീരീസിന്റെ സ്റ്റോറി നടക്കുന്നത്. അവിടെ ഒരു റൂമിൽ ഒരു എന്താ പറയുക, ഒരു മിസ്റ്ററി, ഒരു സംഭവം ഉണ്ടാവും, ഒരു പ്രേതം ഉണ്ടാവും. പ്രേതം തന്നെ പറയാം നമുക്ക്. ആ റൂമിലേക്ക് കഥാനായിക വരുന്നതും അവിടെയുള്ള നാല് സ്ത്രീകൾ, അവിടെയുള്ള 4 സ്ത്രീകൾക്ക് ആ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകാനേ കഴിയില്ല. അതൊരു മിസ്റ്ററിയാണ് സംഭവം. അതെന്തുകൊണ്ടാണ് അവർക്ക് പുറത്തു പോകാൻ കഴിയാത്തത്, ആ റൂമിലുള്ള മിസ്റ്ററി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ് കോഫ് എന്ന് പറഞ്ഞ സീരീസ്. കോഫ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ എന്നും പറയാം, നമുക്ക് ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ എന്നും പറയാവുന്ന ഒരു സീരീസാണ് കോഫ് എന്ന് പറഞ്ഞ ഒരു സീരീസ് എന്നുള്ളത്. പങ്കജ് കുമാർ, സൂര്യ ബാലകൃഷ്ണൻ ചേർന്നാണ് ഈ സീരീസ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സ്മിത സിംഗ് ആണ് ഈ സീരീസ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സീരീസിന്റെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് മോണിക്ക പൻവാറും, രജത് കപൂർ, അഭിഷേക് ചൗഹാൻ, ഗീതാഞ്ജലി കുൽക്കർണി, ശില്പ ശുക്ല എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സീരീസിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ക്ലീശ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഹൊറർ സംഭവങ്ങൾ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഹൊറർ ത്രില്ലർ ജേണറിൽ എന്ത് പുതുമ കൊണ്ടുവരാൻ പറ്റും എന്ന് ഇവർ നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ട് ആണ് ഈ ഒരു സീരീസിന്റെ സ്റ്റോറി ബിൽഡപ്പ് ചെയ്തെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപടുത്ത കുറേ ക്ലീശ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷെ എന്നാലും അത് അവർ ചെയ്തു വെച്ച സംഭവം ഒരു എന്താ പറയുക, വെറൈറ്റി സംഭവം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ്, ആ ഒരു കണ്ടന്റ് വളരെ നല്ല രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലേഡീസിനെ ബേസ് ചെയ്തുകൊണ്ട്, അവരുടെ പ്രശ്നങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. 8 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസാണ്. 8 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 45-50 മിനിറ്റുകളാണ്. എന്താ പറയുക, എവറേജ് ഡ്യൂറേഷൻ 40-45 മിനിറ്റുകൾ അടങ്ങുന്ന എവറേജ് ഡ്യൂറേഷനുള്ള 8 എപ്പിസോഡുകളാണ്. 6 മണിക്കൂർ കൂടുതലുണ്ട് സീരീസിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. അത് വലിയൊരു ഡ്യൂറേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജിങ് ആയിരുന്നു സ്റ്റോറി, അവരുടെ മേക്കിംഗ്, ആ ഒരു കഥ പറഞ്ഞു പോകുന്ന സംഭവങ്ങളൊക്കെ എൻഗേജിങ് ആയിരുന്നു എന്നുള്ളതാണ്. ലാസ്റ്റിലേക്ക് ട്വിസ്റ്റ് ടേൺ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിഡ്ലം പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ മെയിൻ കഥാപാത്രമായിട്ട് വന്ന നായികയായിരുന്നു സൂപ്പറാക്കിയിരുന്നത്. ബാക്കി എല്ലാവരും കിട്ടുള്ള റോളുകളെല്ലാവരും വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസുകളായിക്കോട്ടെ, പിന്നെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നുമില്ല, പേടിപ്പെടുത്തുന്ന കാഴ്ചകളൊന്നും കൂടുതലായിട്ടില്ല. എന്നാലും അവർ ചെയ്തു വെച്ച സംഭവങ്ങൾ, ഈ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ ചെയ്തു വെച്ചതൊക്കെ വളരെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് സീരീസിൻ്റെ ആ ഒരു കളർ ടൂൺ എന്നുള്ളത്, അതും വളരെ മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. സ്ലോ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു സീരീസിൻ്റെ കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അത് സ്ലോ ബേസ് ആണെങ്കിൽ കൂടി നമ്മളെ എൻഗേജ് ചെയ്ത് നിർത്താൻ അവർക്ക് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. സീരീസ് ഇതുപോലുള്ള സീരീസുകളൊക്കെ, ഹൊറർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പുതുമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ് കോഫ് എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ഒരു 18+ സീരീസ് കൂടിയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല, കുറേ തെറിവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹിന്ദി സീരീസ് ആണെങ്കിൽ കൂടി തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലൊക്കെ ഡബ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് ആമസോൺ പ്രൈമിൽ വന്നിട്ടുള്ളത്. ഞാൻ മലയാളം ഡബ്ഡ് വേർഷനാണ് കണ്ടത്. നല്ല ക്വാളിറ്റിയുള്ള ഡബ്ബിങ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. മലയാളം ഡബ്ബിങ് നിങ്ങൾക്ക് ഹിന്ദി കാണാൻ പറ്റുന്ന ഹിന്ദി തന്നെ കണ്ടോളൂ, അല്ലെങ്കിൽ മലയാളം ഡബ്ഡ് ആണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മലയാളം ഡബ്ഡ് തന്നെയാണ്. നന്നായി തന്നെ ഡബ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഹൊറർ ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു ജേണറിൽ പുതുമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാൻ ഒരു സീരീസാണ് കോഫ് എന്ന് പറഞ്ഞ ഒരു സീരീസ്. 8 എപ്പിസോഡുകളാണ്, കണ്ടു നോക്കാം. ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും